നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗോപൻ സ്വാമിയുടെ സമാധി കേരളത്തിൽ ചർച്ചയായി കഴിഞ്ഞു. അനുകൂലിച്ചും പ്രതികൂലിച്ചും ട്രോളിയും പരിഹസിച്ചും സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തിരിക്കുന്നു. രാസപരിശോധനാ ഫലം വരുന്നതുവരെ കുറച്ചകലം പാലിക്കാനും അതിനുശേഷം എന്ത് നിലപാടെടുക്കണമെന്നും ചില ഹിന്ദു സംഘടനാ നേതാക്കൾ കാത്തിരിക്കുന്നു. ആദ്യ സമാധി ആരും അറിഞ്ഞില്ല. ഒരാൾക്ക് മാത്രം ഇരിക്കാവുന്ന അറയിലായിരുന്നു നേരത്തെ സമാധി ഇരുത്തിയത്. സമാധി ആരും കാണാൻ പാടില്ല എന്നതിനാലാണ് രഹസ്യമായി നടത്തിയതെന്ന് മക്കൾ പറഞ്ഞിരുന്നു. എന്നാൽ രണ്ടാം സമാധി വളരെ ആഘോഷപൂർവ്വം തന്നെ വലിയ ചടങ്ങുകളുടെയും മന്ത്രോച്ചാരണങ്ങളുടെയും അകമ്പടിയോടെ തന്നെയാണ് നടത്തിയത്. പീഠപൂജയും സമാധിയുമൊക്കെ നടന്നു. കല്ലറയ്ക്ക് കൃഷിപീഠമെന്ന പേരും നൽകി. ചെങ്കൽ മഹേശ്വരം മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ, ചെങ്കൽ ക്ഷേത്രം മേൽശാന്തി കുമാർ മഹേശ്വരം, കാശിലിംഗ ഗുരുസ്വാമി, സമാധി ധർമ്മമഠം മഠാധിപതി വാസുദേവാനന്ദ സരസ്വതി തുടങ്ങിയവർ കാർമ്മികരായി. മകൻ സനന്ദൻ ഉൾപ്പെടെ 3 പേരാണ് കല്ലറയിൽ ഇറങ്ങിയത്. 500 കിലോ ഭസ്മവും 50 കിലോ പച്ചക്കർപ്പൂരവും ആദ്യം എത്തിച്ചു. തികയില്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും 1500 കിലോ ഭസ്മവും 200 കിലോ പച്ചക്കർപ്പൂരവും അധികം വാങ്ങി. എല്ലാ ചടങ്ങുകളും വളരെ ലൈവായി തന്നെ സംപ്രേഷണം ചെയ്യാൻ ചില ചാനലുകാർ മുന്നിൽ തന്നെ നിന്നു. തന്റെ ജീവിത ലക്ഷ്യം പൂർത്തിയായി എന്നും ഇനി സമാധിയാകണമെന്നും മക്കളോടും ഭാര്യയോടും പറഞ്ഞിരുന്നത്രേ. 9-ാം തീയതി രാവിലെ 10:30 മണിയോടെ ഗോപൻ നടന്ന് സമാധിയിരിക്കാൻ പോയി എന്നാണ് മക്കൾ പറയുന്നത്. അടുത്ത ദിവസം പുലർച്ചെ 3:30-യോടെ സമാധി പൂർത്തിയായി എന്നും ഇവർ പോലീസിന് മൊഴി നൽകി. ഇത് പക്ഷേ വിശ്വസനീയമായി തോന്നാത്തതിനാലാണ് കഴിഞ്ഞ ഒരാഴ്ച നീണ്ടുനിന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. അയൽവാസികളിൽ ചിലരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. സമാധിത്തറ തുറക്കാൻ തുടങ്ങിയതോടെ വർഗീയവാദം വരെ ഉണ്ടായി. വിൽഫ്രഡ് എന്ന മിടുക്കനായ സബ് കളക്ടർ വളരെ തന്ത്രപരമായി ഈ വിഷയം കൈകാര്യം ചെയ്തു. ഒടുവിൽ കോടതി സമാധി പൊളിക്കാൻ ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്നാണ് നാടാർ ഹിന്ദു വിഭാഗത്തിന് മഹാസമാധിയായ ഒരു സ്വാമിയെ കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഗോപൻ സ്വാമി പണ്ട് മുതൽ തന്നെ സ്വാമിയാണ് എന്നും മരുത്വമലയിൽ ഗോപൻ ആശ്രമം നടത്തിയിരുന്നു എന്നുമെല്ലാമാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിനുശേഷം സുഹൃത്ത് പൊന്നുമണിക്ക് ഈ ആശ്രമം കൈമാറിയത്രേ. 2 വർഷം മുമ്പ് പൊന്നുമണി മരിച്ചതോടെ ആശ്രമത്തിന്റെ നടത്തിപ്പ് പൊന്നുമണിയുടെ മക്കൾ ഏറ്റെടുത്തു. ഇനി ഒരുപക്ഷെ കാലം മാറുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് പറയാനാവില്ല. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഗോപൻ സ്വാമിയുടെ ആന്തരികാവയവങ്ങളുടെ സാമ്പിൾ രാസപരിശോധനയ്ക്കായി വിവിധ ലാബുകളിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം കിട്ടാൻ വൈകുമെന്ന് പോലീസ് അറിയിച്ചു. റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ. മരണത്തിൽ അസ്വാഭാവികതയൊന്നും ഉണ്ടാകില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും അതിർവരമ്പുകൾ വളരെ നേർത്തതാണ്. സമാധി സ്ഥലം വളരെ പവിത്രമാണ് എന്നാണ് സമാധി കാർമ്മികത്വത്തിന് വന്ന സന്യാസിമാർ കൂടി ശരിവച്ചത്. ഇതോടെ ഈ സമാധിക്ക് വല്ലാത്ത ഒരു പരിവേഷമാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ മരണത്തിനു ശേഷം ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാതിരുന്നത് മക്കൾക്ക് പറ്റിയ തെറ്റ് തന്നെയാണെന്ന് ചടങ്ങിനെത്തിയ സന്യാസി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയും സമാധികൾ ഉണ്ടാകുമെന്നും അങ്ങനെ ഉണ്ടായാൽ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നുമാണ് കൃഷ്ണശങ്കര സരസ്വതി എന്ന സന്യാസി പറയുന്നത്. ഈ സന്യാസിയുടെ അച്ഛനും ഇതുപോലെ തന്നെ സമാധി ആയതാണെന്നും അതിന്റെ കാരണങ്ങളുമെല്ലാം തന്നെ കൃഷ്ണശങ്കര സരസ്വതി പറയുന്നുണ്ട്. ഞാനിപ്പോൾ വരുന്നത് പ്രയാഗ്രാജിൽ നിന്നാണ്. കുംഭമേളയ്ക്കിലായിരുന്നു. കുംഭമേളയിൽ നിന്നാണ് ഇപ്പോൾ ഞാനിത് ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞ് ഇനി കുംഭമേളയ്ക്ക് ഇനിയും ചിലപ്പം അറിയാൻ നോക്കൂല, എപ്പോഴാണ് ഓടണമെന്നറിയില്ല. ഈ ആശ്രമങ്ങളിലും കുറച്ച് ജോലിയുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ എന്തിനാണ് വരണമെന്നറിയില്ല, ചുമ്മാ കാണാൻ വരും. സ്വാമി എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോവും എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ എങ്ങനെ ഇവിടുത്തെ ഒരു ചൈതന്യം? ഇവിടെ ചൈതന്യം നിറഞ്ഞ സ്ഥലമാണ്. നമ്മളിപ്പോൾ ഈ സമാധി തന്നെ വളരെ ഗംഭീരമാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന പ്രദേശം നമ്മൾ വിചാരിക്കും ഈ കാട്ടിലാണോ കൊണ്ടുവച്ചതെന്ന്. സന്യാസിമാർക്ക് ഉചിതം കാടാണ്. കാരണം എപ്പോഴും നമ്മൾ ചിന്ത മാറി മാറി കൊണ്ടേയിരിക്കും. അപ്പം രാമായണത്തിൽ തന്നെ ശ്രീരാമൻ തന്നെ പറയുന്നുണ്ട്, പ്രകൃതി, അതായത് മറ്റ് ജനങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് തപസ്സായി മാറ്റാൻ കഴിയൂ. പ്രകൃതി ജനങ്ങളുമായിട്ട് ഇത് നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് അതുകൊണ്ടാണ് പ്രകൃതി അവരെ നമ്മൾ വേണ്ടെന്നല്ല പറയുന്നത്. നോക്കൂ, അതിനെ നമുക്ക് ഒരിക്കലും അല്ല എന്ന് പറയാൻ പറ്റില്ല.
അത് ആവശ്യമാണ്. നമുക്ക് മനസ്സ് ഏകാഗ്രതപ്പെട്ടു നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, പക്ഷേ ഇല്ല, എപ്പോൾ ആയിരുന്നാലും നമ്മുടെ മനസ്സ് പതറും. ഭഗവാൻ പോലും പതർന്നു. അപ്പം പിന്നെ നമ്മൾ മനുഷ്യ ശരീരം നാറുന്ന ഈ ശരീരം എടുത്ത് നമ്മൾ പതറാതിരിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലം ഭാവിയിൽ അറിയപ്പെടും, തീർച്ചയായിട്ടും അറിയപ്പെടും. പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി ഒരിതുള്ളത് കൊണ്ട് ഞാൻ പോകണം. രാവിലെയാണ് വന്നത്. ഇത് നേരത്തെ ചോദിച്ചതാണ്. കാരണം അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി ഇത് പോയണ്ട. കാരണം അത് നമ്മൾ അവർക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റ്, ചെറുതല്ല വലിയ തെറ്റ്. കാരണം നമുക്കൊരു ഡോക്ടറെ അടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു. അല്ല സ്വാമി, ഈ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു. അവർ അശുദ്ധിയാണ് പറഞ്ഞത്, ഈ ഡോക്ടർ കാണാൻ പാടില്ല എന്നൊക്കെ അവർ പറയുന്നത്. അല്ല, അതിലെത്രത്തോളം അല്ല, നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം എടുത്തതോ അതിനെന്ത് പറയുന്നു? എന്നെ തല്ലിയിട്ട് അടിക്കല്ലാരും കേട്ടാ. അല്ല, അങ്ങനെ ചോദിക്കും. മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ അശുദ്ധി ആവും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ന്യൂസിലും വന്നിട്ടില്ല. മരണ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ അത്രേ ഉള്ളൂ. അല്ല ഡോക്ടർ ഒന്ന് തൊട്ടാൽ അശുദ്ധിയാണെന്നൊരു പറഞ്ഞിട്ടില്ല. മക്കളെ രണ്ടുപേരും ഞാൻ കണ്ടാണ്, നമ്മൾ സംസാരിച്ചാണ്, അവർ പറഞ്ഞിട്ടില്ല. ഒരു സംശയം, അതായത് ഈ സമാധി എന്ന് പറയുന്നത് മതപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഇനി അങ്ങനെ ചെയ്യുന്നവര് നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ? കാരണം നിയമപരമായിട്ട് ആദ്യം നമ്മൾ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ആദ്യം ആർക്കാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ പ്രൊസീജിയർ ഉണ്ട്. അതിനെ ആർക്കും അറിയാതെ മറവ് ചെയ്യാൻ പാടില്ല. അതൊരു സത്യമാണ്. ഇവിടെ ഏറ്റവും വലിയ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ഡോക്ടറെ വിളിച്ച് നമ്മൾ അതിനെ സ്ഥിരീകരിക്കണം. ആ ബോഡി എങ്ങനെ ഇരുന്നാലും. ഇത് പറയാൻ കാരണം എൻ്റെ അച്ഛൻ ഇരുന്നാണ് സമാധിയായത്, പക്ഷെ പിടിച്ചു കിടത്തി കളഞ്ഞു. എൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് അച്ഛൻ പറഞ്ഞും കൊണ്ടാണ് മരിക്കണമെന്ന് പറഞ്ഞാൽ ഇരുന്നു. അപ്പോൾ എൻ്റെ മാമൻ പിടിച്ചു കിടത്തി. ഞാൻ ധരിച്ചത് എൻ്റെ അച്ഛൻ്റെ സമാധി, അച്ഛൻ്റെ ആ ഇതിൽ വരുമ്പോൾ അച്ഛൻ തുള്ളാൻ പോകണമെന്നാണ് വിചാരിച്ചത്. അച്ഛൻ യക്ഷിയമ്മ അനുഗ്രഹിക്കുന്ന ആളായിരുന്നു. എവിടെ? പുന്നാടെന്ന് പറയുമ്പോൾ സൈനിക് സ്കൂളിൻ്റെ താഴ്വശത്ത് സെൻട്രൽ ഗവൺമെൻറ് എടുത്തിട്ട് സൈനിക് സ്കൂളിന് എടുത്തിട്ട് തിരിച്ചു വിട്ടുകൊടുത്ത സ്ഥലമാണ് അവിടം. ആ അമ്പലത്തിലെ ആ യക്ഷിയമ്മ കാവിൽ, ആ മടം ഇതിൽ എൻ്റെ അച്ഛൻ യക്ഷിയമ്മ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വൈബ്രേഷനൊക്കെ ആയപ്പോൾ കല്യാണമാണ്. അപ്പോൾ ഒരു പക്ഷേ അച്ഛൻ ഇനി തുള്ളാൻ പോവുകയാണോ എന്നൊരു സംശയം എൻ്റെയും ഉള്ളിലുണ്ടായി. ഭഗവാന് എന്ന് പറഞ്ഞ് ഞാൻ നിന്ന കസേരയിൽ നിന്ന് പൊട്ടോന്ന് താഴെ ഞാൻ കസേരയിലെല്ലാം നിന്നത്. കാരണം ആളുകൾ ഇത് ചെയ്തിട്ട് മാറി നിന്ന് ഞാൻ ജനലിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അച്ഛൻ ശരിക്ക് ഇരുന്നു, സമാധി നോക്കിക്കൊണ്ട് അങ്ങിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്നതും പറഞ്ഞു ഇതും കഴിയും ഞാനും പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബന്ധുവാണ് ചായക്കടക്കാരൻ. അപ്പം അദ്ദേഹം പറഞ്ഞു ഈ ആവശ്യമില്ലാതെ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ കണ്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹം ആ പറഞ്ഞ വാക്ക് ഒരുപാട് സമയം മാറിയില്ല. കല്യാണ മുഹൂർത്തത്തിൽ നോക്കൂ, ആ സമാധിയെ എല്ലാവരും, അതായത് എൻ്റെ മാമന്മാർ പിടിച്ച് കാലിനെ നിവർത്തി വച്ച് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് അറിയണത് അച്ഛൻ പോയി എന്നുള്ളത്. പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഞാൻ ഇങ്ങനെ തടവുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ല അച്ഛൻ പോയ വിവരമൊന്നും അറിയില്ല. അച്ഛൻ തുള്ളൽ നടത്താൻ പോകണം എന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ പിന്നെ ആശുപത്രിയിലായിപ്പോയി. അപ്പോഴേക്കും അച്ഛനെ ദഹിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിന് അല്ലല്ല, അത് ഈ ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് പൂർത്തിയാക്കും. അതിന് ശേഷമുണ്ട കർമ്മങ്ങളാണ് ബാക്കി, അതെല്ലാം ചെയ്തിരിക്കും. അതൊരു സന്യാസിയാണെങ്കിൽ കർമ്മങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പിണ്ടം വച്ചതിന് ശേഷമാണ് സന്യാസം സ്വീകരിക്കുന്നത്. അപ്പോൾ
ഞാൻ ജീവിച്ചിരിക്കവേ തന്നെ എൻ്റെ പിണ്ടം സമർപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് അശുദ്ധിയില്ല, എവിടെ വേണമെങ്കിലും പോവാം. എവിടെയെന്ന് പറഞ്ഞാൽ മരണത്തിനോ എന്ന് വിചാരിച്ച് മറ്റുള്ളിടത്തല്ല പറയണത്, മരണമായിട്ട് നമുക്ക് അശുദ്ധിയൊന്നുമില്ല. ശിവൻ്റെ ഇതായതുകൊണ്ട് അതും ഭയമില്ല. പൂജാവിധിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് 41 ദിവസത്തെ ഒരു പൂജാവിധിയുടെ കാര്യം ഉണ്ട്. അതിന് മുമ്പ് ഇത് പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ശക്തി നഷ്ടപ്പെടും എന്നുള്ള കാര്യം പറയാൻ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അല്ല, അങ്ങനെ പറയാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമാണ്. കാരണം ഇനി അതിന് നമ്മളൊരു കാരണം ഉണ്ടാക്കാൻ കേട്ട കാരണം നമുക്കത് കൂടുതൽ അങ്ങോട്ട് അരയ്ക്കാൻ പറ്റുന്നില്ല. കാരണം ചില ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പിന്നെ ശ്രീ 1008 മഹാമണ്ഡലേശ്വർ സ്വാമി കൃഷ്ണ ശങ്കര സരസ്വതി. ശങ്കര കൃഷ്ണ സരസ്വതി എന്നും രണ്ടിലും. വിശ്വാസത്തിനപ്പുറം സാമൂഹിക രാഷ്ട്രീയ പിന്തുണ കൂടി കിട്ടിയതോടെ ഈ വിഷയത്തിൽ ആർക്കും എതിർപ്പ് കാണിക്കാൻ സാധിക്കില്ല. നമ്മുടെ പല ആൾദൈവങ്ങൾക്ക് പിറകിലും ഇത്തരം കഥകൾ ഉണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. വിഷ്ണുപുരം ചന്ദ്രശേഖർ എന്ന VSDP ചെയർമാൻ തന്നെ മഹാസമാധിക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. മഠാധിപന്മാരും സന്യാസിവര്യന്മാരും ഈ സമാധി ചടങ്ങിനായി എത്തിയതും ഇതിന് പിന്നിലെ രാഷ്ട്രീയവും വ്യക്തമാക്കുന്നുണ്ട്. ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ടയാളാണ് ഗോപൻ സ്വാമി. ഈ വിഭാഗത്തിനെ പിണക്കാൻ ഒരു ഭരണകൂടവും പോലീസും തയ്യാറല്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെ പരിഹാസവുമായി യുക്തിവാദ സംഘം എത്തിയപ്പോൾ അവരുടെ നാവടപ്പിക്കാനുള്ള സംഘവും ഇവരോടൊപ്പം തന്നെ എത്തി. മഹാസമാധിക്ക് അമിത പ്രാധാന്യം നൽകരുത് എന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഇപ്പോൾ വിലപ്പോയിട്ടില്ല. മരണത്തിൽ ദുരൂഹത ഇല്ല എന്ന് തീർത്തു പറയാൻ ഫോറൻസിക് റിപ്പോർട്ട് വരണം. ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ അംശമുണ്ടോ എന്ന സംശയത്തിന് ഉത്തരം കിട്ടണം. കുടുംബത്തിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന ആവശ്യം ഇപ്പോൾ ആരും മുന്നോട്ട് വയ്ക്കുന്നുമില്ല. സാധാരണ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്ത പലതും ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ചുമട്ടുകാരനായ മണിയൻ ഗോപൻ സ്വാമി ആയത് അധികമാർക്കും അറിയില്ല. എന്നാൽ നാളെ ആൾദൈവമായി ഗോപൻ സ്വാമി മാറുമോ എന്നും നമുക്കറിയില്ല. ഏതായാലും മരണത്തിന് പിന്നിൽ ദുരൂഹത ഉണ്ടെങ്കിൽ അത് നിയമത്തിനു മുന്നിൽ ഉത്തരവാദപ്പെട്ടവർ കൊണ്ടുവരട്ടെ. അല്ല, നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത വിശ്വാസങ്ങൾ ഉണ്ട് എങ്കിൽ, അത് സത്യമാണെങ്കിൽ അതും കാലം തീരുമാനിക്കട്ടെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്ര അധികം വേഗത്തിലാണ് സാമാന്യ യുക്തിയെപ്പോലും പരിഹസിക്കുന്ന കുറ്റകരമായ ഒരു പ്രവൃത്തി എന്ന് നമ്മുടെ ആദ്യ നോട്ടത്തിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യം മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘപരിവാർ സംഘടനകളെല്ലാം തന്നെ ഹിന്ദു ക്ഷേത്രത്തിനെതിരായ ഒരു ആക്രമണമായാണ് ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കണം അല്ലെങ്കിൽ സമാധി പൊളിക്കണം എന്ന ആവശ്യം കണ്ടത്. ഹൈന്ദവ ധർമ്മത്തിന്റെയും ആചാരത്തിന്റെയും എല്ലാം കാഷായം അണിയുന്നതോടെ എത്ര വേഗം ഏത് വിശ്വാസത്തിനും സമ്മതി നേടാനാകും എന്ന അവസ്ഥ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നതും നമ്മൾ ഇന്നലെ കണ്ടു. കാരണം ഒരു പെട്ടി ഓട്ടോയിൽ മരിച്ച 9-ാം തീയതി മരിച്ച ഗോപൻ സ്വാമിയുടെ ഭൗതിക ശരീരമാണ് പെട്ടി ഓട്ടോയിൽ വളരെ അപകടകരമായ നിലയിൽ തന്നെ റോഡ് ഷോ ആയി സമാധി സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. യുക്തിബോധത്തെ ആക്രമിക്കുന്ന വിശ്വാസബാധയേറ്റ ഏതാനും മനുഷ്യർക്ക് മുമ്പിൽ കേരളം ശങ്കിച്ചു നിൽക്കുന്നത് ശരിക്കും ലജ്ജാകരമാണ് എന്ന് പറയുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഇന്ന് നമുക്കതിനൊന്നും തന്നെ ഉത്തരം, ഒരുപാട് ചോദ്യങ്ങൾക്ക് മലയാളിയുടെ മനസ്സിൽ ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ നമ്മൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഇനി ഉത്തരം കിട്ടിയാൽ തന്നെ അത് ഏത് രീതിയിലാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നും നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ആർക്കും തന്നെ പറയാൻ കഴിയില്ല. ഒരു മഹാസമാധിയുടെ പുരോഹിതന്മാർ എന്ന നിലയ്ക്ക് ഈ മഹർഷിമാരെയും സന്യാസിമാരെയും എല്ലാം തൊഴുതു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതും. നാളെ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാകുമോ അതോ മറ്റ് എന്തെങ്കിലും ഒരു നാടാർ വിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു ആൾദൈവം എന്ന രീതിയിൽ ആൾക്കാർ ഇവിടെ എത്തുന്നതിന് വേണ്ടി വീണ്ടും ക്യൂ നിൽക്കുമോ? എല്ലാ കാര്യങ്ങളും നമ്മൾക്കിനി കണ്ടറിയേണ്ടി വരും.